നമസ്കാരം. മലയാള സിനിമയിലെ ഭൂതത്തെ തുറന്നുവിട്ട കണക്കാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴുള്ള ഒരു അവസ്ഥ. ഇതിനു മുൻപ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതെല്ലാം റൂമറുകളാണ് എന്നുള്ള തരത്തിൽ ഈ സിനിമാ മേഖലയിലും പൊതുസമൂഹത്തിലുമൊക്കെ ഓടി നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ഇതിനെല്ലാം കീഴ്വഴങ്ങി കൊടുത്ത പലരും അതിജീവിത എന്നുള്ള പേരിൽ പിന്നീട് അറിയപ്പെടുന്ന അവസ്ഥയുണ്ടായി. 2017 നടി ആക്രമിക്കപ്പെട്ട ഇരയാക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അതിജീവിത എന്നൊരു പദം നൽകിയതിനെ തുടർന്നാണ് പിന്നീട് സമൂഹത്തിൽ ഒരുപാട് അതിജീവിതകൾ ഉണ്ടായത്. കീഴ്വഴങ്ങി കൊടുക്കുന്നവരുടെ കാര്യം വേറെ, കീഴ്വഴങ്ങാൻ നിർബന്ധിക്കപ്പെട്ട് അതിന് വശംവദരാക്കി ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് അവരെ ചെയ്യിക്കുന്നവരുടെ ന്യായം വേറെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്ത് തന്നെ ആയാലും ഈ കുപ്പിയിൽ നിന്ന് ഭൂതം പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ചില തേച്ചൊട്ടിക്കലുകളുടെ കഥ, ചില ഒറ്റുകാരികളുടെ കഥ, ചില ഒറ്റുകാരുടെ കഥ. ഈ കഥകളും ചർച്ച ചെയ്യപ്പെടാതെ പോകരുത്. പ്രധാനമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ആ ഒറ്റുകാരിയെ കുറിച്ചാണ്. ആരായിരിക്കും ആ ഒറ്റുകാരി? ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്ന ആള് തന്നെ. എന്നാൽ പരസ്യമായി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതുമില്ല. എന്തായാലും ഇതിന്റെ നാൾ വഴികളിൽ ചില സൂചനകളൊക്കെ ഇരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ 2017 നടി ആക്രമിക്കപ്പെട്ട ആ സംഭവം ഉണ്ടായ സമയത്ത് നടൻ ദിലീപിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട്, ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ നടൻ ദിലീപിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്ന നടിയാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ അന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനമുണ്ട്: ഏത് പ്രമുഖ നടനാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാകണം. ആ നടപടി ഉണ്ടായില്ലെങ്കിൽ അത് ഉണ്ടാകുന്നതുവരെ താൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുമെന്നാണ്, സമരത്തിനിരിക്കുമെന്നാണ്. ആ ഒരു പ്രഖ്യാപനത്തിന്റെ പുറത്താണ് WCC എന്ന സംഘടനയുടെ തന്നെ പിറവി. അന്ന് മഞ്ജു വാര്യർക്ക് ഒപ്പം നിൽക്കാൻ ഒത്തിരി നടീനടന്മാർ രംഗത്ത് വന്നിരുന്നു. പിന്നീട് ഉണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും തന്നെ WCCയുടെ പിറവി ഉണ്ടായതിനു ശേഷം അമ്മയുമായി നിരന്തരം തർക്കത്തിലേർപ്പെടുകയാണ്. WCCയും അമ്മയും തമ്മിൽ നിരന്തരമായ തർക്കമാണ്. ഈ തർക്കത്തിൽ WCCയിലെ നടിമാർക്ക്, അതിലുണ്ടായിരുന്ന നടിമാർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്. മനഃപൂർവ്വമായി തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവർക്ക് 5 വർഷമായി സിനിമയിൽ യാതൊരു അവസരങ്ങളുമില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. അവരുടെയും അന്നമാണല്ലോ ഇത്. ഈ മേഖല എന്ന് പറയുന്നത് അവരുടെയും അന്നമാണ്. അപ്പോൾ അവർക്ക് ആ അന്നം നിഷേധിക്കുന്ന നിലപാടാണ് ഈ പ്രമുഖ നടന്മാരും ഈ ഒറ്റുകാരിയായ നടിയും ചേർന്ന് എടുത്തത്. എന്തുകൊണ്ടായിരിക്കാം അത്? എന്തായാലും WCCയുടെ പ്രവർത്തനം, അവരുടെ പ്രതിഷേധം ഫലം കാണുന്നത് കൊണ്ട് തന്നെ പിന്നീട് രാജ്യത്താദ്യമായി ഈ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനും ഒരു കമ്മിറ്റി നിലവിൽ വരുന്നു. അതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്ന് പറയപ്പെടുന്നത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറെ വിവാദമായിരിക്കുന്നതും. WCC നിലവിൽ വരാൻ മുന്നിൽ നിന്നത് ആദ്യമായിട്ട് മുന്നിൽ നിന്നത് മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യർക്ക് പിന്നിൽ ബീന പോൾ, വിധു വിൻസെന്റ്, പാർവതി, റീമ, രേവതി, രമ്യ നമ്പീശൻ, അഞ്ജലി മേനോൻ തുടങ്ങിയവരെല്ലാവരും തന്നെ അണിനിരുന്നു. വളരെ ശക്തമായ രീതിയിലാണ് ഈ സംഘടന പ്രതിഷേധം ഉയർത്തിയതും അവരുടെ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്നതും. ഈ പ്രതിഷേധത്തിനിടയിൽ ഒരു വലിയ ചതിക്ക് കൂടി കളമൊരുങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മഞ്ജു വാര്യർ എന്ന നടി നിശബ്ദമാകുന്നു. മഞ്ജു വാര്യർ WCCയുടെ പരിപാടികളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. എന്നാൽ മെമ്പർഷിപ്പ് രാജിവെച്ചോ എന്ന് ചോദിച്ചാൽ അതുമില്ല. പക്ഷേ നടി ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം സമൂഹത്തിലെമ്പാടും നിലനിന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിൽ നിന്ന് രാജിവെച്ചു എന്നുള്ള വിലയിരുത്തലുകൾ വരെ ഉണ്ടായി. പക്ഷേ അപ്പോഴും WCCയും മഞ്ജു വാര്യരും ഇതേപ്പറ്റി ഒരക്ഷരം ശബ്ദിച്ചില്ല, നിശബ്ദമായിരുന്നു. പിന്നീട് അമ്മയിലേക്ക് നടൻ ദിലീപിനെ തിരിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ്. നടൻ ദിലീപിനെ തിരിച്ചെടുക്കാൻ ഒരുങ്ങുമ്പോഴും WCC പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ മഞ്ജു വാര്യരെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. ഒരു പ്രതിഷേധത്തിലും മഞ്ജു വാര്യർ ഉണ്ടായിരുന്നില്ല. എന്തായാലും ദിലീപിനെ തിരിച്ചെടുക്കാൻ ഒരുങ്ങിയതോടുകൂടി അതിജീവിത ഒരു കാര്യം പറഞ്ഞു:
താൻ ഇനി ഒരിക്കലും സിനിമാ മേഖലയിലേക്കില്ല, താനെല്ലാം ഇവിടം കൊണ്ട് നിർത്തുന്നു. പക്ഷേ അന്ന് അതിജീവിതയ്ക്ക് ഒപ്പം നിന്നുകൊണ്ട് അമ്മയിൽ നിന്ന് രാജിവെച്ചിറങ്ങിയ തണ്ടലുള്ള ചില നടിമാരുണ്ട്. ഗീതു, രമ്യ നമ്പീശൻ, റിമ കല്ലിങ്കൽ. പക്ഷേ ഇവരെ ഇപ്പോൾ സിനിമാ മേഖലയിൽ കാണുന്നതേ ഇല്ല എന്നുള്ളത് കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഇവർ 3 പേരും രാജിവെച്ചിറങ്ങുമ്പോൾ ഒരു നടി മാത്രം അതിൽ നിന്ന് മാറി നിന്നു, മഞ്ജു വാര്യർ. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച, ഇതിനെല്ലാം മുന്നിൽ നിന്ന മഞ്ജു വാര്യർ എന്തുകൊണ്ടാണ് ഇവിടെ നിശബ്ദമായിരുന്നത് എന്നുള്ളത് സന്ദേഹമുണർത്തുന്ന കാര്യം തന്നെയാണ്. ഈ 3 നടിമാരും രാജിവെക്കുന്ന സമയത്ത് മഞ്ജു വാര്യർ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നീട് മഞ്ജു വാര്യർ ഇവിടെ തിരിച്ചെത്തി എന്ന് കേൾക്കുമ്പോൾ അറിയുന്നത് ഒടിയൻ എന്ന സിനിമയിൽ അഭിനയിക്കുന്നതായിട്ടാണ്. പിന്നീട് അമ്മ തന്നെ ഒരു തരത്തിൽ പരസ്യമായി ചോദിക്കുകയുണ്ടായി, എന്തായാലും നടൻ ദിലീപുമായിട്ടുള്ള ഈ വിഷയത്തിൽ, ഈ പ്രതിഷേധത്തിൽ മഞ്ജുവിൻ്റെ നിലപാട് എന്താണെന്ന്. മഞ്ജുവിൻ്റെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചത് മഞ്ജുവിനോടാണെങ്കിലും അതിന് മറുപടി പറഞ്ഞത് നടനായിട്ടുള്ള സിദ്ദിഖാണ്. മഞ്ജുവിനോട് തങ്ങൾ സംസാരിച്ചുവെന്നും മഞ്ജു അമ്മയിൽ തന്നെ തുടരുമെന്നും ഇപ്പോൾ ഒടിയൻ എന്ന സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുകയാണെന്നും തുടർന്നുള്ള സിനിമകളിലും മഞ്ജു ഉണ്ടാകുമെന്നുമാണ് അറിയിച്ചത്. എന്തിനാണ് മഞ്ജുവിനോട് ചോദിച്ച ചോദ്യത്തിന് അന്ന് നടൻ സിദ്ദിഖ് ഉത്തരം പറഞ്ഞതെന്ന് ഇപ്പോഴും വ്യക്തമാകുന്നില്ല. എന്തായാലും ഈ സമയത്തെല്ലാം നടൻ പൃഥ്വിരാജും മറ്റൊരു നടനായ ആസിഫ് അലിയുമൊക്കെ ഈ സംഘടനയ്ക്ക്, ഇവരുടെ പ്രതിഷേധത്തിനൊക്കെ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോഴും മഞ്ജു വാര്യരും പ്രമുഖ നടന്മാരും സംവിധായകരും ഒക്കെ മൗനത്തിലാണ്. എന്തിനാണ് ഇത്രയേറെ മൗനം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഒരു നടിയുണ്ട്. നടി WCCയിൽ അംഗമായിരിക്കെ തന്നെ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുത്തത് വിരുദ്ധമായ ഒരു മൊഴിയാണ്. അതാണ് ഇപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മലയാള സിനിമയിൽ ലൈംഗിക ചൂഷണം എന്നൊരു സംഭവമേ നടക്കുന്നില്ല. നടിക്കെതിരായ ആക്രമണം എന്നുള്ളത് താൻ കേട്ടിട്ട് പോലുമില്ല. ഇത് കേട്ടിട്ടില്ല എന്ന് പറയുന്ന ഭാഗത്ത് കമ്മീഷന്റെ റിപ്പോർട്ടിൽ അടിവരയിട്ടിട്ടുണ്ട്. തുടർന്ന് കമ്മീഷൻ പറയുകയാണ്, ഈ നടിയെ വിശ്വസിക്കാൻ പറ്റില്ല, ട്രസ്റ്റബിൾ അല്ല. അവർ അവസരത്തിന് വേണ്ടി തൻ്റെ സംഘടനയെ ഒറ്റുകൊടുത്തു. ആരാണ് ഈ നടി എന്നുള്ളത് ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. ആരാണ് തങ്ങളുടെ സംഘടനയെ ഒറ്റുകൊടുത്തത്? തൻ്റെ അവസരത്തിനും തൻ്റെ ഉന്നമനത്തിനും വേണ്ടി ഈ സംഘടനയെ, താനുണ്ടാക്കിയ സംഘടനയെ ഒറ്റുകൊടുത്തത് ആരാണ്? എവിടെയെങ്കിലും ഒരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സ്ത്രീക്കെതിരായ വിഷയം നടന്നിട്ടുണ്ടെങ്കിൽ പോസ്റ്റിട്ട് പ്രതിഷേധിക്കുന്ന ഒരുപാട് മെഗാ താരങ്ങളും സംവിധായകരും എല്ലാവരുമുണ്ട്. പക്ഷെ ആരും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇവരാരും ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തുകൊണ്ടാണ് ഇവർക്ക് ആർക്കും ഇതിലൊന്നും ഒരു പോസ്റ്റ് പോലും ഇടാൻ പറ്റാത്തത്? അത്രയേറെ ഇവരുടെ തണ്ടല് ഇറങ്ങിപ്പോയോ? പല നടന്മാരെയും ഈ കമ്മിറ്റിക്കും WCCക്കും ഈ മാഫിയ തലവന്മാരെ കുറിച്ചുമൊക്കെ, അതായത് 15 അംഗ ഒരു മാഫിയ സംഘമാണ് മലയാള സിനിമ ഭരിക്കുന്നത്. ഈ മാഫിയയെ പൊളിക്കാൻ വേണ്ടി പുറത്ത് ഈ വിവരം പറഞ്ഞ നടനെ ഉൾപ്പെടെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. അവർക്ക് അവസരം നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇവരെയെല്ലാം മാറ്റി നിർത്തി ഏത് ഭൂതമാണ് ഈ മലയാള സിനിമയെ അടക്കി ഭരിക്കുന്നത് ഇപ്പോൾ? ഒരു കാലത്ത് ദിലീപ് കൈയടക്കി വെച്ചിരുന്നതാണ് മലയാള സിനിമാ ലോകം. ദിലീപ് ഒന്ന് വിരഞ്ഞൊടിക്കാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കില്ല എന്നുള്ള അവസ്ഥയുണ്ടായിരുന്നു. അത് നടി ആക്രമിക്കപ്പെട്ട വിഷയം വന്നപ്പോൾ ദിലീപുമായി ബന്ധപ്പെട്ടിട്ട് ഓരോരുത്തർക്കും ഉണ്ടായ അനുഭവങ്ങൾ പല തരങ്ങളിൽ, പല കോണുകളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളതുമാണ്. ദിലീപിന്റെ ആ അധപ്പതനത്തിന് ശേഷം ആരാണ് മലയാള സിനിമയെ അടക്കി ഭരിക്കുന്നത്? ആരാണ് ഈ ലൈംഗിക ചൂഷണത്തിനൊക്കെ മുൻപിൽ നിൽക്കുന്നത്? ആരാണ് നടിമാരുടെ വാതിലിൽ മുട്ടുമെന്നും മുട്ടിയാൽ തുറക്കണമെന്നും തങ്ങൾക്ക് കീഴ്പ്പെടണമെന്നുമുള്ള ഈ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കിയത്? അവർക്കെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒരു പ്രമുഖ നടനും നടിയും മിണ്ടുന്നില്ല. മാത്രമല്ല, ഈ ഒറ്റുകാരിയായ നടി ഏതെന്ന് സമൂഹം തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. സമൂഹത്തിന് അറിയാം കൃത്യമായിട്ടും അത് ആരാണെന്ന്.
ആരായിരിക്കണം, എന്തിനായിരിക്കണം അവർ ഇത്രയേറെ കൊലച്ചതി? തങ്ങളുടെ സംഘടനയെക്കുറിച്ചും ഇത്രയും മോശമായൊരു സംഭവം തങ്ങളുടെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകയ്ക്ക് സംഭവിച്ചിട്ട് അതിനെ മുതലെടുപ്പ് നടത്തുകയും പിന്നീട് അതിൽ നിന്ന് മാറുകയും ചെയ്തത്. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഡബിൾ ഡാഡി സിൻഡ്രോമാണ്. അതല്ലായിരുന്നുവെങ്കിൽ, ഒറ്റ ഡാഡി ആയിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്തരം ഒരു നിലപാട് ആ നടി എടുക്കില്ലായിരുന്നു. കാരണം ഹേമ കമ്മീഷന് മുമ്പാകെ ഇങ്ങനെയൊരു സംഭവം മലയാള സിനിമയിൽ നടക്കുന്നില്ല എന്നുള്ളത് ആ നടിക്ക് പറയാൻ കഴിയുമായിരുന്നില്ല. ആ നടിക്ക് മാത്രമാണ് ഇപ്പോൾ മലയാള സിനിമയിൽ കൈനിറയെ അവസരങ്ങളുള്ളത്, അതും പ്രമുഖ താരങ്ങൾക്കൊപ്പം തന്നെ. ഈ താരങ്ങളൊന്നും ഇതിൽ പ്രതികരിച്ചില്ല. പക്ഷേ നടനായിരുന്ന ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി പ്രതികരിച്ചു. ഈ റിപ്പോർട്ട് പുറത്തു വരേണ്ടതാണ്. ഈ സിനിമാ മേഖലയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ശുദ്ധീകരണം നടത്തേണ്ടതാണ് എന്ന്. ആ തണ്ടല്ലൊന്നും ഇപ്പോഴത്തെ പ്രമുഖ നടന്മാർക്കില്ലാതെ പോയി. മാത്രമല്ല ഈ റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം പിച്ചു ചീന്തിയ ശേഷമാണ് ഇത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് പുറത്തു വന്നിരിക്കുന്നത്. ഈ നടന്മാർ ആരാണെന്ന് കൃത്യമായി പറയേണ്ടതുണ്ട്. മലയാള സിനിമയെ അടച്ചു പറയാൻ പറ്റില്ല. ഏറ്റവും മാന്യമായി പെരുമാറുന്നവരും, ഏറ്റവും മാന്യമായി തൊഴിലിടത്തിൽ പെരുമാറുന്നവരും, സഹപ്രവർത്തകരോട് പെരുമാറുന്നവരും ഒക്കെയുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഇവരുടെ പേര് പൊതുസമൂഹത്തിൽ പുറത്തു വരേണ്ടതാണ്. ഇവരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴരുതെന്ന് ആർക്കാണ് ഇത്ര താല്പര്യം? നന്ദി.